സ്വന്തം മക്കൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്കു തന്നെ ഒരു ശത്രുവിനെ പോലെ മാറുമെന്ന് എപ്പോഴെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ? മക്കൾ പറയുന്നത് കേൾക്കാതെ വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ അതിന് കാരണം മാതാപിതാക്കൾ വരുത്തുന്ന ചില നിസ്സാരമായ തെറ്റുകളാണെന്ന് ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമേറിയതും എന്നാൽ ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യമാണ്. മക്കൾ അനുസരണയില്ലാതെ വളരുന്നതിനു കാരണം മാതാപിതാക്കൾ അവരുടെ ഓരോ ഘട്ടത്തിലും സ്വീകരിക്കേണ്ട നിലപാടുകൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. എന്തൊക്കെയാണ് അവ എന്ന് നോക്കാം. ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനിധിയിൽ മക്കളെ വളർത്തുന്ന ഓരോ ഘട്ടങ്ങളായി തിരിച്ച് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവരെ മികച്ച വ്യക്തികളായി വളർത്താനും സഹായിക്കുന്ന വിലപ്പെട്ട അറിവുകളാണ് ഈ ചാണക്യനിധിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, മക്കളെ വളർത്തുക എന്നത് ഒരു കലയാണ്. ഒരു ശില്പി കല്ലിൽ കുത്തി രൂപമുണ്ടാക്കുന്നത് പോലെ മാതാപിതാക്കളാണ് മക്കളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്. ചാണക്യൻ പറയുന്നത്, ഒരു മകൻ അല്ലെങ്കിൽ മകൾ നല്ലവനായാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. എന്നാൽ ഒരു മകൻ വഴിതെറ്റിയാൽ ആ വംശം തന്നെ നശിക്കുമെന്നാണ്. ചാണക്യനിധിയിലെ ഒരു പ്രശസ്തമായ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത്, സുഗന്ധമുള്ള ഒരു മരം മതി ഒരു വനം മുഴുവൻ സുഗന്ധം പരത്താൻ. അതുപോലെ തന്നെ ഗുണവാനായ ഒരൊറ്റ മകൻ മതി ആ കുടുംബത്തിന്റെ ശ്രേയസ് ലോകമെമ്പാടും എത്തിക്കാൻ. തിരിച്ചും ഉണങ്ങിയ ഒരു മരത്തിന് തീ പിടിച്ചാൽ ആ കാട് മുഴുവൻ കത്തി നശിക്കാൻ അത് മതി. അതുപോലെ തന്നെയാണ് ഗുണമില്ലാത്ത അനുസരണയില്ലാത്ത ഒരു മകൻ മുഴുവനായി നശിപ്പിക്കും ഒരു കുടുംബത്തെ. ഇത് സംഭവിക്കാതിരിക്കാൻ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? എവിടെയാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? ചാണക്യൻ മക്കളെ വളർത്തേണ്ട രീതിയെക്കുറിച്ച് വളരെ കൃത്യമായി ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്, സമയക്രമം നൽകിയിട്ടുണ്ട്. ഭൂരിഭാഗം മാതാപിതാക്കളും ഈ ക്രമം തെറ്റിക്കുന്നത് കൊണ്ടാണ് മക്കൾ വഴി തെറ്റുന്നത്. നമുക്ക് ആ തെറ്റുകൾ ഓരോന്നായി പരിശോധിക്കാം. 1. അമിത ലാളനം നൽകുന്ന സമയം. കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലോകം എന്താണെന്നോ ശരി തെറ്റുകൾ എന്താണെന്നോ തിരിച്ചറിയാനുള്ള കഴിവില്ല. ആ പ്രായത്തിൽ അവർക്ക് വേണ്ടത് സ്നേഹവും സുരക്ഷിതത്വവുമാണ്. ഈ പ്രായത്തിൽ നിങ്ങൾ അവരോട് കർശനമായി പെരുമാറിയാൽ അവരുടെ മനസ്സിൽ ഭയം വളരും. ആ ഭയം പിന്നീട് അപകർഷതാബോധത്തിലേക്കും മാതാപിതാക്കളിൽ നിന്നുള്ള അകലത്തിലേക്കും നയിക്കും. അതിനാൽ 5 വയസ്സ് വരെ മക്കളുടെ രാജാക്കന്മാരെ പോലെ വളർത്തുക. അവർ തെറ്റുകൾ ചെയ്യട്ടെ, അത് സ്നേഹം കൊണ്ട് മാത്രം തിരുത്തുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ലാളന എന്നത് അമിത ലാളന ആകരുത്. അവർ െല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതല്ല സ്നേഹം. അവർക്ക് നിങ്ങളുടെ സമയം നൽകുന്നതാണ് യഥാർത്ഥ ലാളന. അച്ചടക്കത്തിന്റെ സമയം വയസ്സ് 6 മുതൽ 15 വയസ്സ് വരെയാണ്. ഇവിടെയാണ് ഭൂരിഭാഗം മാതാപിതാക്കൾക്കും തെറ്റുപറ്റുന്നത്. ചാണക്യൻ പറയുന്നു, അടുത്ത 10 വർഷം, അതായത് 6 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെ അച്ചടക്കത്തോടെ വളർത്തണം. ആവശ്യമെങ്കിൽ ശിക്ഷിച്ചും വളർത്താം. ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കണം എന്നല്ല ചാണക്യൻ ഉദ്ദേശിച്ചത്. ശിക്ഷണം എന്ന വാക്കിനെ നിയന്ത്രിക്കുക, നേർവഴിക്ക് നയിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. 5 വയസ്സ് വരെ നമ്മൾ നൽകിയ സ്നേഹം 6 വയസ്സ് മുതൽ അച്ചടക്കത്തിലേക്ക് മാറണം. കാരണം ഇതാണ് അവരുടെ സ്വഭാവം രൂപപ്പെടുന്ന സമയം. ഈ പ്രായത്തിൽ മാതാപിതാക്കൾ മക്കളുടെ തെറ്റുകൾ കണ്ടില്ലെന്ന് വെച്ചാൽ കുട്ടിയെ വലുതാകുമ്പോൾ മാറിക്കോളും എന്ന് കരുതിയാൽ അത് വലിയ ദുരന്തത്തിലേക്കാണ് പോകുക. ഈ പ്രായത്തിൽ മക്കൾക്ക് വേണ്ടത് കൃത്യമായ ദിശാബോധമാണ്. അവർ എന്തു കാണുന്നു, ആരുമായി കൂട്ടുകൂടുന്നു, എങ്ങനെ സംസാരിക്കുന്നു, മുതിർന്നവരോട് എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം മാതാപിതാക്കൾ നിരീക്ഷിക്കണം. തെറ്റ് കണ്ടാൽ അത് അപ്പോൾ തന്നെ തിരുത്തണം. സ്നേഹത്തോടെ പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ അല്പം ഗൗരവത്തിൽ തന്നെ പറയണം. പുറമേ ശാസിക്കുമ്പോഴും ഉള്ളിൽ നിറയെ സ്നേഹം വെച്ചുകൊണ്ടു വേണം അവനെ തിരുത്താൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് എന്താണ്? മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാണ്, അല്ലെങ്കിൽ തിരക്ക് കാരണം മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല. കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കൊടുത്ത് അവരെ അടക്കിയിരുത്തുന്നു. ഓർക്കുക, 15 വയസ്സ് വരെ നിങ്ങൾ അവരെ നേർവഴിക്ക് നടത്തിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അടുത്ത കാര്യം 3. സുഹൃത്തുക്കളാകേണ്ട സമയം. 16 വയസ്സ് ശേഷം ചാണക്യനിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പറയുന്നത്. മകന് അല്ലെങ്കിൽ മകൾക്ക് 16 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോടൊരു സുഹൃത്തിനെ പോലെ പെരുമാറണം. പല വീടുകളിലും പ്രശ്നം തുടങ്ങുന്നത് ഇവിടെയാണ്. മക്കൾ കൗമാരകാലത്തിലേക്ക് കടക്കുമ്പോഴും മാതാപിതാക്കൾ അവരെ കൊച്ചുകുട്ടികളുമായി കണ്ട് ശാസിക്കാൻ തുടങ്ങും. അങ്ങോട്ട് പോകരുത്, ഇത് ചെയ്യരുത്, മിണ്ടരുത് എന്നൊക്കെ പറയും. എന്നാൽ 16 വയസ്സ് കഴിഞ്ഞാൽ മക്കൾക്ക് അവരുടേതായ വ്യക്തിത്വവും ചിന്തകളും ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവർ നിങ്ങളെ സ്വീകരിക്കില്ല. അവർ നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ തുടങ്ങും. അതുകൊണ്ട് 16 വയസ്സ് കഴിഞ്ഞാൽ ശിക്ഷണം അവസാനിപ്പിക്കുക. പകരം അവരെ അടുത്ത് ഇരുത്തി സംസാരിക്കുക. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. ഒരു സുഹൃത്ത് എങ്ങനെയാണോ കൂടെ നിൽക്കുന്നത് അതേപോലെ നിൽക്കുക. ഉപദേശങ്ങൾ നൽകാം, പക്ഷേ അത് അടിച്ചേൽപ്പിക്കരുത്. നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നതിന് പകരം ഇത് ചെയ്താൽ നിനക്ക് നല്ലതാണ് എന്ന രീതിയിൽ സംസാരിക്കുക. മക്കൾക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരിടം സ്വന്തം വീടായിരിക്കണം.
അടുത്ത കാര്യം, മാതാപിതാക്കൾ മാതൃകയാവുക. മക്കൾ അനുസരണയില്ലാത്തതിന്റെ കാരണം മറ്റൊരു പ്രധാന കാരണം കൂടിയാണ് മാതാപിതാക്കളുടെ പ്രവൃത്തികളാണ്. നിങ്ങൾ മൊബൈൽ ഫോണിൽ മണിക്കൂറുകൾ ചിലവഴിക്കുകയും മക്കളോട് പോയിരുന്ന് പഠിക്കാൻ പറയുകയും ചെയ്താൽ അവരത് കേൾക്കുകയില്ല. നിങ്ങൾ വീട്ടിൽ പരസ്പരം വഴക്കിടുകയും മക്കളോട് സ്നേഹത്തോടെ ഇരിക്കാൻ പറയുകയും ചെയ്താൽ അത് നടക്കുമോ? ഇല്ല. കുട്ടികൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നതാണ് പഠിക്കുന്നത്. ചാണക്യൻ പറയുന്നു, നിങ്ങൾ സത്യസന്ധരായി ഇരിക്കുക, കഠിനാധ്വാനം ചെയ്യുക, മുതിർന്നവരെ ബഹുമാനിക്കുക. ഇത് കാണുന്ന മക്കൾ തന്നെ ആ ഗുണങ്ങൾ സ്വായത്തമാക്കും. മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് മാതാപിതാക്കളുടെ നല്ല മാതൃകയാണ്. അടുത്ത കാര്യം, കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളർത്തുക. അവർക്ക് എന്തിനോടും ഇല്ല എന്ന് പറയുന്നത് ഇഷ്ടമല്ല. ചോദിക്കുന്നത് എന്തും അപ്പം തന്നെ കിട്ടണം എന്നുള്ള വാശി അവർക്ക് പിടിക്കും. ചാണക്യൻ പറയുന്നത്, മക്കളെ സുഖലോലഭനായി വളർത്തരുത് എന്നാണ്. അമിതമായ സുഖം മനുഷ്യനെ മടിയനും അഹങ്കാരിയുമാക്കും. അവരെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കുക. പണം ഉണ്ടാക്കാൻ എത്രത്തോളം കഷ്ടപ്പാടാണെന്ന് അവരറിയട്ടെ. തോൽവികളെ നേരിടാൻ അവർ പ്രാപ്തരാക്കുക. ഇല്ലായ്മ എന്താണെന്ന് അറിഞ്ഞു വളരുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാനും സഹായിക്കാനും മനസ്സുണ്ടാകൂ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് താരതമ്യം ഒഴിവാക്കുക. അതായത്, മറ്റുള്ളവരെ കണ്ടുപഠിക്ക്, അയൽവക്കത്തെ കുട്ടിയെ കണ്ടുപഠിക്ക്, അവൻ എത്ര മാർക്കുണ്ട്. ഈ വാക്കുകൾ മക്കളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് വളരെ വലുതാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികളിൽ അപകർഷതാബോധം വളരുന്നു. അവർക്ക് സ്വന്തം മാതാപിതാക്കളോട് വെറുപ്പ് തോന്നുന്നു. എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത അവരെ നിരാശയിലേക്ക് തള്ളിവിടുന്നു. ചാണക്യനീതി അനുസരിച്ച് ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. മക്കളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ കുറവുകളെ സ്നേഹത്തോടെ തിരുത്തുക. ഒരിക്കലും അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കരുത്. അടുത്ത കാര്യം, അമിതമായ പ്രതീക്ഷകൾ. ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ്: അത്യാഗ്രഹം ദുഃഖത്തിന് കാരണമാകുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഇത് ചെയ്യരുത്. ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും നിർബന്ധിക്കുന്നതിനു പകരം അവർക്ക് എന്താണോ താല്പര്യം അത് കണ്ടെത്തുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഉപകരണമല്ല മക്കൾ. അവർക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം കണ്ടെത്താൻ അവരെ സഹായിക്കുക മാത്രമാണ് രക്ഷിതാക്കളുടെ കടമ. സമ്മതം നൽകി വളർത്തുന്ന കുട്ടികൾക്ക് ഭാവിയിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം അവർ ആ വീടിനെ ഒരു തടവറയായി കാണും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അനുസരണയില്ലാത്തവരാണെങ്കിൽ കുറ്റം അവരുടേത് മാത്രമല്ല, നമ്മളുടേതും കൂടിയാകാം. ചാണക്യൻ നൽകിയ ഈ പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായും വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 5 വയസ്സ് വരെ സ്നേഹിച്ചു വളർത്തുകയും 15 വയസ്സ് വരെ അച്ചടക്കം പഠിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്യുക. 16 വയസ്സ് മുതൽ ഉറ്റ സുഹൃത്തിനെ പോലെ കൂടെ നിൽക്കുക. നല്ല മാതൃകയായി ജീവിച്ചു കാണിക്കുക. കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളർത്തുക. ഓർക്കുക, മക്കൾ നമ്മുടെ വർത്തമാനകാലത്തെ സന്തോഷം മാത്രമല്ല, നമ്മുടെ വാർദ്ധക്യത്തിലെ ആശ്രയവുമാണ്. മരണശേഷം നമ്മുടെ പേര് നിലനിർത്തേണ്ടവരുമാണ്. അവരെ നല്ലവരായി വളർത്തുക എന്നത് ഈ ലോകത്തോടും വരും തലമുറയോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ്. ഒരു നല്ല തോട്ടക്കാരൻ ചെടികളെ പരിപാലിക്കുന്നത് പോലെ ക്ഷമയോടെ, സ്നേഹത്തോടെ, എന്നാൽ കരുതലോടെ മക്കളെ വളർത്തുക. ഫലം തീർച്ചയായും മധുരമുള്ളതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഒരു പുതിയ അറിവാകും.